പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് ഓഗസ്റ്റിൽ ഭരണം നഷ്ടമാകുമെന്നും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാമെന്നും രാഷ്ട്രീയ ജനതാദൾ നേതാവ് ലാലു പ്രസാദ് യാദവ് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു. സർക്കാർ അധികകാലം നിലനിൽക്കില്ല എന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീഴുമെന്നും നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഇതിനോടകം അവകാശപ്പെട്ടിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ ഏറ്റവും പുതിയ പരാമർശം അത്തരം അവകാശവാദങ്ങൾക്ക് ഊന്നൽ നൽകുകയാണ്. എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം. അതിനാൽ എല്ലാ പാർട്ടി പ്രവർത്തകരും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡൽഹിയിലെ മോദി സർക്കാർ വളരെ ദുർബലമാണ്. ഓഗസ്റ്റിൽ അത് വീഴുമെന്ന് തൻ്റെ പാർട്ടിയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി 240 സീറ്റുകളാണ് നേടിയത്. സഖ്യകക്ഷികളായ JDU, TDP തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണയോടെയാണ് BJP സർക്കാർ രൂപീകരിച്ചത്. നരേന്ദ്രമോദി തുടർച്ചയായ 3ാം തവണ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നു. ബീഹാറിലെ ഭരണകക്ഷിയായ JDU കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJPയുമായി സഖ്യത്തിലാണ്. RJD നേതാവും ലാലു പ്രസാദ് യാദവിൻ്റെ മകനുമായ തേജസ്വി യാദവ് JDUവിനെതിരെ ആഞ്ഞടിച്ചു. അധികാരത്തിൽ തുടരാൻ BJPയുമായി സഖ്യമുണ്ടാക്കി JDU അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി വിട്ടുവീഴ്ച ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചപ്പോൾ NDAയുടെ വോട്ട് കുറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംസ്ഥാനത്തെ നിരവധി പാലങ്ങൾ തകർന്നതിനെ തുടർന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ബീഹാറിലെ NDA സർക്കാരും കടുത്ത സമ്മർദ്ദത്തിലാണ്.